ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വീണ്ടും 2 ദിവസം പാർട്ട് മുടങ്ങിയതിൻ്റെ പരാതിയിലും പരിഭവത്തിലും പിണക്കത്തിലും ഒക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും. സോറി ഉണ്ട് കേട്ടോ. അപ്രതീക്ഷിതമായിട്ടൊരു യാത്ര വേണ്ടി വന്നു. അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റിയൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും പാർട്ടുകൾ തരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. സ്നേഹഹർഷം ഭാഗം 53. ഹർഷ അവളെ ബെഡിലേക്ക് കൊണ്ടിരുത്തിയിട്ട് കാലെടുത്ത് നോക്കി. കാൽപാദത്തിന്റെ ഒരു ഭാഗം ചോരയിൽ മുക്കിയെടുത്ത പോലുണ്ട്. അതിന് നടുവിലായി അപ്പോഴും തറഞ്ഞിരിക്കുന്ന ഒരു ചില്ലിന്റെ കഷ്ണം അവൻ പതിയെ വലിച്ചൂരി. അവൾക്ക് വേദനിച്ചിട്ടുണ്ടാകും എന്ന സങ്കടത്തോടെ അവൻ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതറിഞ്ഞതുപോലുമില്ലാത്ത ഭാവത്തിൽ അവൾ ഇരിക്കുന്നു. കണ്ണുകളിൽ അതേ പകപ്പ്, അതേ നിശ്ചലത. അവനൊന്നും മിണ്ടാതെ എണീറ്റ് പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ടുവന്ന് അവൾക്കരികിലിരുന്നു. പിന്നെ കാലെടുത്ത് മടിയിലേക്ക് വെച്ച് പാദത്തിൽ പറ്റിയിരുന്ന ചോരയും പൊടിയുമൊക്കെ വളരെ പതിയെ തുടച്ചു മാറ്റി. മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി. ഇടയ്ക്കിടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ ഈ ലോകത്തൊന്നുമല്ലാത്ത മട്ടിൽ ഇരിക്കുകയാണ്. കരയാൻ പോലും മറന്നുപോയ മട്ടിലുള്ള അവളുടെ ആ ഇരിപ്പ് കണ്ട് അവന്റെ ഉള്ളുലഞ്ഞു. അവളോട് എന്താ പറ്റിയതെന്ന് ചോദിക്കണമെന്നുണ്ട് അവന്. പക്ഷെ അവളുടെ ആ ഭാവം കണ്ടിട്ട് ഒന്നും ചോദിക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്തേലും അവളൊന്ന് സംസാരിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവളൊന്ന് കരഞ്ഞെങ്കിൽ അവളുടെ ഉള്ള് അല്പമെങ്കിലും ചിലപ്പോൾ തണുത്തേനെ. അവൻ മടിയിൽ നിന്ന് അവളുടെ കാലെടുത്ത് പതിയെ ബെഡിലേക്ക് വെച്ചിട്ട് അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അലിവോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതുവരെ നിർജീവമെന്ന് തോന്നിപ്പിച്ച അവളുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലുണ്ടായി. ഹർഷ് അവളുടെ നെറുകയിലേക്ക് ചുണ്ടമർത്തി. എന്തു വന്നാലും നിനക്ക് ഞാനുണ്ടെന്ന് പറയാതെ പറയുന്ന പോലെ. പിന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ 2 കണ്ണുകളെയും ചുംബിച്ചു. അപ്പോഴേക്കും അവന്റെ അധരങ്ങൾ അവളുടെ കണ്ണീരിന്റെ ഉപ്പ് രുചിച്ചിരുന്നു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് അവൻ മൃദുവായി തന്റെ ചുണ്ടുകൾ ചേർത്തു. ഇനി അവളുടെ സങ്കടക്കടൽ ഒന്നാകെ കുടിച്ചു വറ്റിക്കാൻ അവനുണ്ടെന്ന പോലെ. അവളുടെ അധരങ്ങളിൽ നിന്ന് തന്റെ ചുണ്ടുകൾ വേർപെടുത്തി അവൻ വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീയൊന്ന് ഉറക്കെ കരയു പെണ്ണേ, ഇങ്ങനെ അടക്കി വയ്ക്കാതെ. എല്ലാം ഒഴുകിപ്പൊക്കോട്ടെ. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പതിയെ പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചുണ്ടുകൾ വിതുമ്പി. അവൾ കൈകളിൽ മുഖമമർത്തി തേങ്ങി തേങ്ങി കരഞ്ഞു. അതോടെ അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് വരിഞ്ഞു മുറുക്കി. അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് അലമുറയിട്ട് കരഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ഹർഷ ചോദിച്ചുമില്ല, അവൾ പറഞ്ഞുമില്ല. അവളുടെ പുറത്ത് പതിയെ തട്ടുകയും മുടിയിഴകളിലൂടെ തലോടി അവളെ ആശ്വസിപ്പിക്കുകയും മാത്രം ചെയ്തു. എന്നാൽ ചിന്തകൾ ഹർഷിന്റെ മനസ്സിനെ മഥിക്കുകയായിരുന്നു. എന്താകും സംഭവിച്ചിട്ടുണ്ടാവുക? പാച്ചു സ്നേഹയോട് എന്തോ പറഞ്ഞതാണ് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്താണ് അവൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവളെ ഇത്രമേൽ തകർത്ത് കളഞ്ഞ് എന്താവും അവൻ പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോഴാണ് തേങ്ങലുകൾക്കിടയിലൂടെ അവളുടെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു വീണത്. മാഷേ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇനി ഇവിടെ നിൽക്കണ്ട. ഇവര് പറയുക ഞാൻ ഇവിടുത്തെയാന്ന്. ഞാൻ അനാഥയല്ലെന്ന്. എനിക്ക് അനാഥയായിരുന്നാ മതി. പക്ഷേ എനിക്ക് ആരും വേണ്ട. എനിക്കൊരു പപ്പയും അമ്മയും മാത്രം മതി. അവര് തന്നെയാ എൻ്റെ എല്ലാം. അവര് തന്നെയാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട മാഷേ, പോവാം. എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടതിന്റെ ഷോക്കിലായിരുന്നു അപ്പോൾ ഹർഷ്. അവൾ പറഞ്ഞതിൽ പകുതിയും അവൻ കേട്ടില്ല. അല്ലെങ്കിൽ അവന് മനസ്സിലായില്ല. ഇവൾ ഇവിടത്തെയാണെന്നോ? അതെങ്ങനെ? ഇവളിതെന്തൊക്കെയായി പറയുന്നത്? അവൻ ചിന്താശേഷി നഷ്ടപ്പെട്ടവനെ പോലെ മിഴിച്ചിരുന്നു. ഹർഷം സ്നേഹയും പോകാനിറങ്ങുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ഹർഷ അവളെ ചേർത്ത് പിടിച്ച് പടികൾ ഇറങ്ങി വന്നു. അഭി ബാഗുകളുമായി അവർക്ക് പിന്നാലെ ഇറങ്ങി വന്നു.
അഭിക്ക് പിന്നിലായി കുഞ്ഞിനെയും എടുത്ത് നീലുവും. എല്ലാവരുടെ മുഖത്തും കണ്ണീരും വിഷാദവും തളം കെട്ടി നിന്നു. ഒരു കല്യാണം നടന്ന വീടിന്റെ യാതൊരു സന്തോഷവുമില്ലെന്ന് മാത്രമല്ല, ഒരു മരണ വീടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ നിറഞ്ഞത്. സ്നേഹ ആരുടെയും മുഖത്ത് നോക്കുകയോ യാത്ര പറയുകയോ ചെയ്തില്ല. ഹർഷ് തലയനക്കി എല്ലാവരോടും യാത്ര പറഞ്ഞു. പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ടു സിറ്റൗട്ടിന്റെ തൂണിൽ ചാരി അപ്പോഴും നിലയ്ക്കാത്ത കണ്ണീരുമായി പാച്ചു നിൽക്കുന്നത്. സ്നേഹ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ നടന്നു. പാച്ചു ദയനീയമായി ഹർഷിനെ നോക്കി. അവന്റെ കണ്ണുകളും കലങ്ങി കാണപ്പെട്ടു. നേഹു, കാര്യങ്ങളുടെ സത്യാവസ്ഥയെങ്കിലും ഒന്ന് കേട്ടിട്ട് പോടി. നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ ഇറങ്ങി പോകല്ലേടാ. എനിക്കിത് സഹിക്കാൻ വയ്യ. അവൻ അപ്പോഴും ഇടറിക്കൊണ്ട് അവളോട് കെഞ്ചി. എന്നാൽ അവളിൽ അവന്റെ വാക്കുകൾ ഒരു ചലനം പോലും ഉണ്ടാക്കിയില്ല. അവൻ പറയുന്നത് തന്നോടല്ല, അല്ലെങ്കിൽ അവൻ പറയുന്നത് അവളുടെ ചെവികളിലേക്ക് എത്തിയതേയില്ല എന്ന ഭാവത്തിൽ അവൾ നടന്നുപോയി. ഡോർ തുറന്ന് അവളെ പിൻസീറ്റിലേക്ക് കയറ്റിയിരുത്തിയിട്ട് ഹർഷ തിരികെ വന്നു. പാച്ചുവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. കാര്യങ്ങൾ വിശദമായിട്ട് എനിക്ക് അറിയണം പാച്ചു. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചതെന്നും എന്തൊക്കെയാ ഇതിന്റെ പിന്നിലെ കഥയെന്നും. നീ മനസ്സൊന്ന് തണുക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് വാ. ഇപ്പൊ ഞാൻ പോവുക. അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം നമുക്ക്. എന്നും സങ്കടങ്ങൾ മാത്രം ശീലിച്ചവളല്ലേ. ഇതിൽ നിന്നും അവൾ പുറത്തു വരുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. നീ സമാധാനിക്കൂ, എല്ലാം ശരിയാവും. നമുക്ക് ശരിയാക്കാം. അപ്പൊ ഞാൻ പോട്ടേടാ. പോകാൻ തിരിഞ്ഞ് അവനെ പാച്ചു വിളിച്ചു. അച്ചുവേട്ടാ. അവൻ എന്താണെന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞില്ലേലും അച്ചുവേട്ട അവളെ ശ്രദ്ധിച്ചോളൂ എന്ന് എനിക്കറിയാം. എന്നാലും പറയുക, അവളെ ഒറ്റയ്ക്കാക്കരുത്. ഒരു താങ്ങായി അച്ചുവേട്ടൻ കൂടെ ഉണ്ടാവണം. നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം അവളെ. എന്റെ പ്രാണന്റെ പാതിയല്ലേടാ അവള്. അവൻ പാച്ചുവിനെ സമാധാനിപ്പിക്കാനായി അവന്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച ശേഷം തിരികെ കാറിനടുത്തേക്ക് നടന്നു. അഭിയും നീലുവും യാത്ര പറയാനായി അവന്റെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ പോട്ടേടാ, നീലു നിറമിഴികളോടെ അവനോട് ചോദിച്ചു. അല്ലിമോൾ അവന്റെ മേലേക്ക് ചാടി. അവൻ കണ്ണീരിനിടയിലും അവളെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. പാച്ചു, ഇഞ്ചിനാ കടയിന്നേ. മോള് മിഠായി കൊണ്ടുവന്ന് തയ്യാട്ടോ, കടയില്ലേ? അവൻ കരയുന്നത് എന്തിനെന്ന് മനസ്സിലാകാതെ ആ കുഞ്ഞു ഹൃദയം അവന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു. ഹേ, ഒന്നുമില്ലടാ, മോള് പോകുന്ന സങ്കടം കൊണ്ടല്ലേ പാച്ച് കരയുന്നത്. അവളുടെ ആ പ്രവൃത്തിയിൽ അവന്റെ സങ്കടം കൂടി വന്നെങ്കിലും അത് നിയന്ത്രിച്ച് അവൻ ആ കുഞ്ഞിനെ സമാധാനിപ്പിച്ചു. എഞ്ചിലേ, പാച്ചു കൂടി മോളുടെ കൂടെ വായോ, ഞമ്മക്ക് പീപ്പി പോകാലോ. അവൾ നിഷ്കളങ്കമായി അവനെ കൂടി വരാൻ ക്ഷണിച്ചു. മോളെ കാണാൻ പാച്ചു നാളെ വരാട്ടോ. ഇന്ന് പാച്ചുവിന് വരാൻ പറ്റാഞ്ഞിട്ടാ. മോളിപ്പോ പൊക്കോ. അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നെങ്കിലും അത് മറച്ചുകൊണ്ട് അവളോട് യാത്ര പറഞ്ഞ് കുഞ്ഞിനെ നീലുവിനെ ഏൽപ്പിച്ചു. അഭി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് മുതുകിൽ തട്ടുകയും സമാധാനിപ്പിക്കാൻ എന്നോണം തലോടുകയും ചെയ്തു. രണ്ടുപേരും പരസ്പരം ഒന്നും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. ചില ബന്ധങ്ങൾ അങ്ങനാണല്ലോ, ഒന്നും ചോദിക്കാതെ പറയാതെ തന്നെ ഒരു ചേർത്ത് നിർത്തലിലൂടെ നമ്മുടെ ഹൃദയവികാരങ്ങളെ മുഴുവൻ പങ്കിട്ടെടുക്കുന്നവർ, തങ്ങളുടെ സങ്കടങ്ങളുടെ തീക്കാറ്റ് മുഴുവൻ സ്വന്തം നെഞ്ചിലേക്ക് ആവാഹിക്കുന്നവർ. അഭിയാണ് കാർ ഡ്രൈവ് ചെയ്തത്. നീലുവും കുഞ്ഞും അവനൊപ്പം കോ ഡ്രൈവർ സീറ്റിലിരുന്നു. ഹർഷ സ്നേഹയോടൊപ്പം പിൻസീറ്റിലിരുന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവൾക്കപ്പോൾ അങ്ങനെ ഒരു താങ്ങ് അത്യാവശ്യമായിരുന്നു. സങ്കടങ്ങൾക്ക് പിന്നാലെ ഓടി ഓടി അവൾ തീർത്തും തളർന്നിരുന്നു. ഒന്ന് നിവർന്നിരിക്കാൻ പോലും ശക്തിയില്ലാത്ത വിധം അവൾ വീണുപോയിരുന്നു. അച്ചുവേട്ടാ, എങ്ങോട്ടാ പോവേണ്ടത്? സ്നേഹതീരത്തേക്കോ അതോ വീട്ടിലേക്കോ?
അഭി ഹർഷിനോട് ചോദിച്ചു. രണ്ടിടത്തേക്കുമല്ല അഭി, തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് പോവാം. ഇവളൊന്ന് ഓക്കെ ആവുന്നത് വരെ രണ്ടിടത്തേക്കുമല്ല അഭി, എൻ്റെ വീട്ടിലേക്ക് പോവാം. തൽക്കാലം ഇവളൊന്ന് ഓക്കെ ആവുന്നത് വരെയെങ്കിലും അവിടെ നിൽക്കട്ടെ. അമ്മച്ചിയെ ആനിയമ്മയും വിളിച്ച് പറഞ്ഞേക്കാം. അത് കേട്ട സ്നേഹ തളർച്ചയോടെയാണെങ്കിലും ഹർഷിനെ വിലക്കി. വേണ്ട മാഷേ, ഞങ്ങൾ വീട്ടിലേക്ക് പൊക്കോളാം, അല്ലെങ്കിൽ സ്നേഹതീരത്തേക്ക് പോകാം. എന്നാൽ അവളെ എങ്ങോട്ടും അയക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. തൽക്കാലം ഈ അവസ്ഥയിൽ നീ എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. അവിടെ ആകുമ്പോൾ അമ്മച്ചിയും ഏട്ടനെയും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. കൂടുതൽ എതിർക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടവളെ പോലെ അവൾ തളർന്ന് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഹർഷിന്റെ കാർ നന്ദനത്തിന് മുന്നിൽ വന്നു നിൽക്കുമ്പോഴേക്കും അവരെയും കാത്തിട്ടെന്ന പോലെ നിന്നിരുന്ന ആദിയും അമ്മയും ചേച്ചിയും കാറിനടുത്തേക്ക് വന്നു. അവരെല്ലാവരും ഇങ്ങോട്ട് വരുന്ന വിവരം ഹർഷ നേരത്തെ തന്നെ അവരെ അറിയിച്ച പോലെയായിരുന്നു അവരുടെ ഭാവം. കാറിൽ നിന്നിറങ്ങിയ സ്നേഹയോട് അമ്മ എന്തോ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും ആദി അവരെ കണ്ണുകൾ കൊണ്ട് വിലക്കിയതോടെ അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു. എല്ലാരും ഒന്ന് ഫ്രഷായി വരൂ കേട്ടോ, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ. അപ്പോഴേക്കും ചായ റെഡിയാക്കാം. അച്ചൂട്ടാ, എല്ലാവർക്കുമുള്ള മുറികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ കൂട്ടിക്കൊണ്ടു പോ. അകത്തേക്ക് കയറുമ്പോൾ ആദി ഹർഷിനോടായി പറഞ്ഞത് കേട്ട് അവൻ സമ്മതഭാവത്തിൽ തലയനക്കി. സെറ്റിയിലിരിക്കുന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് സ്നേഹ. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങി തന്നെ ഇരുന്നു. അമ്മ ഒന്നും മിണ്ടാതെ അവളുടെ തലയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു. ആദ്യം ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി അങ്ങോട്ട് വന്നു. മോളു, നീ ഇതെങ്കിലും കുടിച്ചിട്ട് കിടക്ക്. ഇതേവരെ നീ ഒന്നും കഴിച്ചതുകൂടി ഇല്ലല്ലോ. എനിക്കൊന്നും വേണ്ട ഏട്ടാ, തീരെ വിശപ്പില്ലാഞ്ഞിട്ടാ, അവൾ നനഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്തായാലും അത് പറ്റില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഇത് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നതാ, കുടിച്ചേ പറ്റുള്ളൂ, എനിക്കങ്ങോട്ട്. അവൻ അവളെ നിർബന്ധിച്ച് വലിച്ചെണീപ്പിച്ചു. കുടിക്കുമോളെ, ഇതെങ്കിലും കുടിച്ചില്ലേലെങ്ങനാ? അമ്മ കൂടി നിർബന്ധിച്ചതോടെ മനസ്സില്ലാ മനസ്സോടെ അവൾ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി. ആ, ഇനി ഒറ്റ വലിക്ക് കുടിച്ചു തീർക്ക്, കാണട്ടെ. അവൾ അവനെയും അമ്മയെയും മാറി മാറി നോക്കിയിട്ട് ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. അവളുടെ മിഴികൾ അപ്പോഴും നിറഞ്ഞു തന്നെയിരുന്നു. കുടിച്ചു തീർന്ന ഗ്ലാസ് അവനെ തിരികെ ഏൽപ്പിക്കുമ്പോൾ അവളുടെ കവിളിൽ ഒന്ന് തട്ടി തലയിൽ തഴുകിയ ശേഷം ആദി പുറത്തേക്ക് പോയി. അവൾ നിശബ്ദയായി തന്റെ നൊമ്പരങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ട് അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് വീണ്ടും ചുരുണ്ടു കിടന്നു. അമ്മയുടെ വിരലുകൾ ആശ്വസിപ്പിക്കാനെന്നോണം അവളെ തലോടിക്കൊണ്ടിരുന്നു. തുടരും. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ. അപ്പോൾ നാളെ വരെ കാത്തിരിക്കണേ.